Hi, hello friends. Welcome back to Samuchis. സമൂച്ചീസിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ ആപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ഇത് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ തേങ്ങയൊന്നും അരച്ച് ചേർക്കണ്ട. ഈ കഷ്ണമൊക്കെ കട്ട് ചെയ്തിട്ട് കടുക് വറുത്തിടുക മാത്രം ചെയ്താൽ മതി. അത്രയ്ക്ക് സിമ്പിളാണ്, ടേസ്റ്റും വളരെ നല്ലതാണ്, ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ആപ്പിൾ 2 എണ്ണം, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, ഇതിനാവശ്യമായ ഉപ്പ്, പിന്നെ മെയിനായിട്ട് വേണ്ടത് തൈരാണ്. ഇതേപോലെയുള്ള 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കടുക് വറുത്തിടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, 2-3 വറ്റൽ മുളക്, ഇതിനാവശ്യമായ വെളിച്ചെണ്ണ. ഇനി എങ്ങനെയാണ് ഈ ഗ്രീൻ ആപ്പിൾ പച്ചടി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഈ ആപ്പിൾ ഒന്ന് പീൽ ചെയ്തിട്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇത് കട്ട് ചെയ്തെടുത്താൽ മതി, അതായിരിക്കും ടേസ്റ്റ്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേന് അതിനകത്ത് വെള്ളത്തിന്റെ അംശം കൂടും. അതുകൊണ്ട് നമുക്ക് ഇത് വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ തൈരൊക്കെ എടുത്തു വെച്ചിട്ട് വേണം ആപ്പിൾ കട്ട് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്ത് ഇടുന്ന തൈരിലേക്ക് ഇടുന്ന പോലെ തൈര് എടുത്ത് വെക്കുക. നോക്കാം ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. തൈര് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരുന്ന ആപ്പിൾ 2 ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിങ് മാത്രമേ ഉള്ളൂ, പിന്നെ കടുക് വറുത്തിടുക. അല്ലാതെ വേറെ കുക്ക് ചെയ്യേണ്ട, തേങ്ങയൊന്നും അരച്ച് ചേർക്കണ്ട. എന്ത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പച്ചടിയാകട്ടെ ഇത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും അത് വെറുതെ കഴിക്കാനും വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ പച്ചടിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് അല്പം കടുകും ജീരകവും ഒക്കെ ചതച്ച് ചേർക്കാറില്ലേ, അതുപോലെ ഒരു പിഞ്ച് കടുകും ഒരു പിഞ്ച് ജീരകവും കൂടെ ചതച്ചതാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാകട്ടെ ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ ആപ്പിളിൻ്റെയും തൈരിൻ്റെയൊക്കെ അളവ് കൂട്ടിയാൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. ഇപ്പൊക്കെ നോക്കണം, നല്ല പുളിയുള്ള ആപ്പിളായിരുന്നു കേട്ടോ. ഇനി റെഡ് ആപ്പിൾ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ആപ്പിളിന് നല്ല പുളി ഉണ്ടായിരിക്കുന്ന, അതല്ലെങ്കിൽ തൈര് നല്ല പുളിയുള്ളതായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ റെഡ് ആപ്പിൾ വെച്ചും ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 1/2 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉലുവായിട്ട് കൊടുക്കുക. എടുത്തിരുന്ന പച്ചമുളകും ഇഞ്ചിയും ഞാൻ ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തത് ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗ്രീൻ ആപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്, ടേസ്റ്റും വളരെ നല്ലതാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് കേട്ടോ. ആപ്പിൾ ഗ്രേറ്റ് ചെയ്യാതെ കട്ട് ചെയ്തെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കട്ട് ചെയ്യുമ്പോഴത്തേനും കറുത്തു പോകാതെ നോക്കണം. അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഗ്രീൻ ആപ്പിൾ പച്ചടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടമായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്